കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ യോഗം വിലയിരുത്തും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങളും ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളാണ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ശബരിമല സ്വർണ്ണക്കൊള്ള എത്രത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നതിൽ CPMൽ പല അഭിപ്രായങ്ങളൊക്കെയുണ്ട്. CPM അത് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പ് വളരെ അടുത്തൊരു സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ അതൊരു പ്രധാന വിഷയം തന്നെ ആവില്ലേ? മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പരിഗണനയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ശബരിമല സ്വർണ്ണക്കൊള്ള CPMന് അങ്ങേറ്റം പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ്. CPMന് വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നതുമാണ്. ഇപ്പോൾ CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ആ കാലത്തുള്ള ഉദ്യോഗസ്ഥർക്കോ അപ്പുറത്തേക്ക് ശബരിമലയിലെ തന്ത്രി തന്നെ ജയിലിലാകുമ്പോൾ അത് CPMന് ഒരു തരത്തിൽ ആശ്വാസം നൽകുന്ന വിവരം തന്നെയാണ്. കാരണം ദേവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്ത്രി കുടുംബമാണ്. അത്തരത്തിലൊരാളാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതുതന്നെ ഇതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. പോറ്റിയെ കൊണ്ടുവന്നത്, പോറ്റിയെ കയറ്റിയത് ആരെന്ന പാരഡി ഗാനമൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. പോറ്റിയെ കയറ്റിയത് CPM എന്ന വലിയ ആരോപണമാണ് നേരിട്ട്. പക്ഷേ ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന തരത്തിലാണ് SITയുടെ കണ്ടെത്തൽ. അതുതന്നെ CPMന് ആ രീതിയിൽ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ CPM ഇതുവരെയും ആ രീതിയിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ആരൊക്കെ കുറ്റക്കാരുണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ട നിലപാട് മാത്രമാണ് CPM ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത്. അതുതന്നെ അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതും. ഏതായാലും ആ വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടായേക്കാം. ഈ തുടർ നീക്കങ്ങളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമെന്ന കാര്യം CPM സ്വാഭാവികമായും ചർച്ച ചെയ്യും. മറ്റൊരു വിഷയം ചർച്ചയാകാൻ സാധ്യതയുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ AK ബാലൻ, CPMന്റെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ നേതാവ് നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി ബാലനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ, അതുപോലെ തന്നെ MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ബാലന്റെ നിലപാടിനോട് യോജിക്കുന്ന പ്രതികരണമല്ല നടത്തിയത്. മുഖ്യമന്ത്രി പറഞ്ഞത് മാറാട് കലാപകാര്യങ്ങൾ മാത്രമാണെന്ന് പിന്നീട് ഇടതുമുന്നണി കൺവീനർ അടക്കമുള്ളവർ വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ പക്ഷേ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നേക്കാം. ന്യൂനപക്ഷങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിക്കും SDPക്കുമെതിരെയുള്ള CPMന്റെ കടുത്ത വിമർശനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പൊതുവിമർശനമായാണ് കോൺഗ്രസ് ചിത്രീകരിക്കുന്നത്. ഒരു പരിധിവരെ അവർ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിയോട് അകന്നു പോകാൻ ഇത്തരം കാര്യങ്ങളും ഇടയായിട്ടുണ്ടെന്ന ആശങ്കകളും ഇടത് കേന്ദ്രങ്ങൾക്ക് പൊതുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്നേക്കാം. ശബരിമലയുടെ കാര്യത്തിലാകട്ടെ CPM ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന അല്ലെങ്കിൽ ആശ്വാസകരമായ അവസ്ഥയിൽ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം CPMന്റെ നോമിനികളാണ് പത്മകുമാറും അതുപോലെ വാസുവും ഉൾപ്പെടെയുള്ള ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളുകൾ. ഉദ്യോഗസ്ഥർക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപിച്ചിരുന്നു. പക്ഷേ അതും ഇടതുമുന്നണിയുടെ CPMന്റെ തലയിൽ തന്നെയാണ് അതിന്റെ പാപഭാരവും വന്നത്. പക്ഷേ ഇപ്പോൾ തന്ത്രി കുടുംബാംഗത്തിലെ തന്ത്രി തന്നെ ദേവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ തന്നെ ഈ കേസ് അറസ്റ്റിലാകുന്നതോടുകൂടി ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ രാഷ്ട്രീയ നീക്കങ്ങളോ അല്ല, അതിനപ്പുറത്തേക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ അത് മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുതന്നെയാണ് CPMന്റെ ഒരു ആശ്വാസവും. മുഖ്യമന്ത്രിയും CPM നേതാക്കളും ഒക്കെ എല്ലായ്പ്പോഴും പറയുന്നത് ഈ കാര്യങ്ങളിൽ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങട്ടെ. ഇപ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തുന്നില്ല. സർക്കാർ ഇടപെടുന്നു, SITയുടെ കൈകൾ സർക്കാർ കെട്ടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വന്ന വിധി സർക്കാരിന് ആശ്വാസമാണ്. നേരായ ദിശയിലൂടെയാണ് SIT മുന്നോട്ട് പോകുന്നതെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും CPM പറഞ്ഞ നിലപാട് തന്ത്രിയല്ല, ആര് അറസ്റ്റിലായാലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അവസാന പ്രതിയും ഈ ശബരിമലയുടെ അയ്യപ്പന്റെ സ്വർണം കെട്ട ഒരുതരം സ്വർണ്ണമെങ്കിലും കെട്ട എല്ലാവരും നിയമത്തിന് മുന്നിൽ വരട്ടെ എന്നതാണ് പാർട്ടി നിലപാട്. അതിലൊരു മാറ്റവുമില്ലെന്ന് ആവർത്തിക്കുകയാണ് CPM നേതാക്കൾ ഇപ്പോഴും ചെയ്യുന്നത്. 10 മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും. ഈ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ളവ അധികം വൈകിക്കാതെ നടക്കാനുള്ള ശ്രമമാണ് CPM ഇടതുമുന്നണി നടത്തുന്നത്. അത്തരം കാര്യങ്ങളിലേക്കും ചർച്ചകൾ പോകും. തിങ്കളാഴ്ച വലിയൊരു സമരം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ MLAമാരും മന്ത്രിമാരും അതുപോലെ ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കളും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വലിയ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുകയാണ്. അത് വലിയൊരു ക്യാമ്പയിനാക്കി ഇതിനകം ഇടതുമുന്നണി മാറ്റിയിട്ടുണ്ട്. പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തം അതിൽ ഉണ്ടാകും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ, കേന്ദ്രം സംസ്ഥാനത്തോട് കാട്ടുന്ന നിലപാടുകൾക്കെതിരെയാണ് ആ സമരം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെക്രട്ടറി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കാം. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇതിനോടൊപ്പം ഇന്ന്
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.